ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ മീൻ പീര തയ്യാറാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ചെറിയ മീൻ വെച്ചിട്ടാണ് മീൻ പീര ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക രുചി തന്നെ കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പെട്ടെന്ന് തന്നെ നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എന്നാലും ഈ രീതിയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് ഈ പീരയ്ക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചിരകിയ തേങ്ങ, ഒരു സവാളയുടെ പകുതി എടുത്തിട്ടുണ്ട്, കുറച്ച് കൊച്ചുള്ളി, പിന്നെ ഇതിനകത്ത് സ്പെഷ്യലായിട്ട് ടേസ്റ്റ് കൂടുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് എരിവിനായിട്ട് കാന്താരി കേട്ടോ, പച്ചമുളകല്ല, കാന്താരി ചേർത്ത് മീൻ പറ്റിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഇഞ്ചി, കറിവേപ്പില, നമ്മൾ കൊച്ചുള്ളിയും സവാളയൊക്കെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞു, ഇഞ്ചിയും കൊത്തി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കൂടെ തന്നെ ആ ഒരു കാന്താരി ചതച്ചാണ് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു അരപ്പ് നമ്മൾ കല്ലിൽ വെച്ച് അരയ്ക്കുന്നൊന്നുമില്ല, കൈകൊണ്ട് നന്നായിട്ട് ഞെരടി ചേർക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ സവാളയും കൊച്ചുള്ളിയൊക്കെ നമ്മൾ കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും അതുപോലെ തന്നെ കാന്താരിയും ഉള്ളിയും എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില നന്നായിട്ട് കൈകൊണ്ട് ഒന്ന് ഞെരടിയിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനിയും നമ്മൾ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തു. ഞാൻ കുറച്ച് കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുടംപുളിയൂടെ ചേർത്ത് കൊടുത്ത് 3 കഷ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് പുളിക്ക് പകരം പച്ചമാങ്ങ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഞെരടിയെടുക്കണം. നമ്മൾ സ്പൂൺ ഉപയോഗിച്ച് ഇളക്കുന്നതിനെക്കാട്ടി നല്ലത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഇളക്കി ഞെരടിയെടുക്കണം കേട്ടോ. അരച്ചെടുക്കുന്നില്ല, അതുകൊണ്ടാണ് കൈകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ എടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ടെല്ലാം ഒന്ന് ഞെരടിയെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മീൻ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചൂട മീനല്ല കേട്ടോ, നമുക്കിവിടെ റാഞ്ചിയിൽ കിട്ടുന്ന ഒരു സൈസ് മീനാണ്. അത് ചൂടയല്ല, ചൂട പോലെ ഇരിക്കും. നല്ല ടേസ്റ്റ് തന്നെ കേട്ടോ. അരപ്പിലേക്ക് നമ്മൾ മീനൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ പറഞ്ഞ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേകാനുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഉപ്പൊക്കെ നോക്കണം, കുറവാണെങ്കിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 1/4 കപ്പ് അളവിലാണ് ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മീൻ വേകാനുള്ള വെള്ളം മതി. നമ്മൾ കറിയൊക്കെ വെക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കുമല്ലോ, അങ്ങനെ ഒഴിച്ച് കൊടുക്കണ്ട. അപ്പോൾ വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് അടുപ്പിൽ വെച്ച് ഇത് വേവിക്കാം. ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നമുക്കിത് വേവിച്ചെടുത്താൽ മതി. പിന്നെ ഞാൻ സ്റ്റൗവൊക്കെ കത്തിച്ച് കൊടുത്തു. അടുപ്പിലേക്ക് നമ്മുടെ മീൻചട്ടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അടപ്പൊക്കെ വെച്ച് അടച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കിയാലോ. നമ്മുടെ മീനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെയാണ് ഈ ഒരു സമയത്ത്. അപ്പോൾ അടിയിലൊന്നും പിടിച്ചിട്ടില്ല. നമ്മൾ അടിയിൽ പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എണ്ണയൊക്കെ ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് ആദ്യം. അപ്പോൾ നന്നായിട്ട് തന്നെ നമുക്ക് മീനൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമല്ലേ ഇത് ഉണ്ടാക്കാനായിട്ട്. നല്ല ടേസ്റ്റ് കേട്ടോ. കാന്താരിയും ഈ വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കുക. മീൻ വറ്റിക്കുന്നോ ഒക്കെ പറയും. നമ്മുടെ നാട്ടിൽ പറയുന്നത് മീൻ വറ്റിക്കുക എന്നാട്ടോ. അപ്പോൾ മീനൊക്കെ നല്ലതായിട്ട് പറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ ഈസി ആയിട്ടാണ് ഉണ്ടാക്കാൻ പറ്റുന്നത്. നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. മിക്ക ആൾക്കാർക്കും മീൻ പറ്റിക്കാനൊക്കെ അറിയാം, എന്നാലും അറിയാൻ മേലാത്ത ആരെങ്കിലുമൊക്കെ കാണുമല്ലോ, അപ്പോൾ അവർക്കിത് ഉപകാരപ്പെടും. ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കുക കേട്ടോ. സാധാരണ നമ്മൾ പച്ചമുളകൊക്കെ അരിഞ്ഞോ അല്ലെങ്കിൽ പച്ചമുളക് ചതച്ചൊക്കെ ചേർത്താണ് മീൻ പറ്റിക്കാറുള്ളത്. ഇവിടെ കാന്താരി ചേർത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. കാന്താരി അങ്ങനെ കിട്ടാറില്ല. അപ്പോൾ കിട്ടിയ സമയത്ത് കാന്താരി വെച്ചൊന്ന് മീൻ പറ്റിച്ച് നോക്കിയാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോയും എടുത്തു. അപ്പോൾ നമ്മുടെ മീൻ പറ്റിച്ച വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടി വേണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നതാണ്. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.